സനാതനധർമ്മത്തിനെതിരെ നിശിത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനാധിപത്യ വിരുദ്ധമായ സനാതനധർമ്മത്തെ ഉടച്ചു വാർക്കാനാണ് ഗുരു ശ്രമിച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ കയറാൻ മേൽവസ്ത്രം മാറ്റണമെന്ന രീതിക്കെതിരെ ശിവഗിരിയിലെ പൊതുസമ്മേളന വേദിയിൽ സംയുക്ത ആഹ്വാനം ഉയർന്നു. രാഷ്ട്രീയ ഹിന്ദുത്വയെ പ്രതിരോധിക്കാൻ ശ്രീനാരായണ ദർശനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ പ്രസംഗിച്ചത്. സനാതനധർമ്മം എന്നാൽ വർണ്ണാശ്രമധർമ്മം തന്നെയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ആയുധമാണ്. ബ്രാഹ്മണിക്കൽ രാജവാഴ്ചയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. ആ സനാതന മൂല്യത്തെ ഉടച്ചു വാർക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിൻ്റെ വക്താവാകും? മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ്. അതിനെ സനാതന തത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തെ അനുവർത്തിച്ചെന്ന BJP നേതാവ് V. മുരളീധരന്റെ ഇന്നലത്തെ പ്രസംഗത്തെ രൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിമർശിച്ചത്. പുതിയ വ്യാഖ്യാനങ്ങളുമായി ആരും വരേണ്ടെന്ന് പിണറായി പറഞ്ഞു. ഗുരു എന്തിനൊക്കെ വേണ്ടി നിലകൊണ്ടോ അതിനൊക്കെ എതിരായ പക്ഷത്തേക്ക് ഗുരുവിനെ തട്ടിയെടുത്ത് കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ഗുരു എന്തിനൊക്കെ എതിരെ പൊരുതിയോ അതിൻ്റെയൊക്കെ വക്താവായി ഗുരുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. അതുണ്ടായിക്കൂടാ. അത്തരം ദുർവ്യാഖ്യാനങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ കഴിയണം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതിനുള്ളിലെ വർണ്ണാശ്രമ മൂല്യത്തെയും പിണറായി തുറന്നുകാട്ടി. ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആശയവാക്യമാണ്. ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ വാദം ആവർത്തിക്കുന്നവർ ഇതിന് തൊട്ടു മുൻപുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട്. ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ഇതാണ് തൊട്ടു മുൻപുള്ള ആ വരി. എന്ന് പറഞ്ഞാൽ ഗോവിനും, അതായത് പശുവിനും, ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്നർത്ഥം. ഇതൊന്ന് ചേർത്ത് വായിക്കുക. അങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി. എന്നാൽ എന്തിലും ഈശ്വരനെ കാണുന്നതാണ് സനാതനധർമ്മമെന്ന് പറഞ്ഞ് ഇതേ വേദിയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. സനാതനധർമ്മ പ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ട്. തത്വമസി അത് നീ തന്നെയാകുമെന്നാണ് വേദം പറയുന്നത്. നിർവചിക്കുന്നത് അതീതമാണ് ശ്രീനാരായണ ഗുരുദേവൻ. സപ്തസാഗരങ്ങളെക്കാളും വിശാലവും അഗാധവുമാണ് ഗുരുദേവ ദർശനം. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ മേൽവസ്ത്രം മാറ്റണമെന്ന രീതിക്കെതിരെയും സമ്മേളന വേദിയിൽ സംയുക്ത ആഹ്വാനമുയർന്നു. പണ്ട് പൂണൂലുണ്ടോ എന്നറിയാനാണ് മേൽവസ്ത്രം മാറ്റിയത്. ഇത് ഇന്നും തുടരുന്ന അനാചാരമാണെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും മറ്റ് മതക്കാർക്ക് പ്രവേശനമില്ല. ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ പോലും അത് പിന്തുടർന്ന് കാണുമ്പോൾ വലിയ ഖേദം തോന്നും. അതിനേക്കാൾ ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ്. ഈ നിർദ്ദേശത്തെ പരസ്യമായി പിന്തുണച്ച പിണറായി വിജയൻ ക്ഷേത്രങ്ങളിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്നും ആവശ്യപ്പെട്ടു. ആരാധനാലയങ്ങളെല്ലാം ഈ നിലയാണ് സ്വീകരിച്ചു പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത്
അത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെളിച്ചം പകരുന്ന നിർദ്ദേശമെന്നാണ് സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ വിശേഷിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ കുപ്പായം ധരിച്ച് ഷർട്ട് ധരിച്ച് പ്രവേശിക്കരുതെന്ന നിലപാടുള്ള, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിലും അത്തരമൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ നിശ്ചയമായും സച്ചിദാനന്ദ സ്വാമികളുടെ ആ പുതിയ പ്രഖ്യാപനം ഒരു പുതിയ വെളിച്ചം വീശുന്നതാണ്. ആ നിലയ്ക്ക് നമുക്കതിനെ സ്വാഗതം ചെയ്യാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഗുരുവിനെ സനാതനധർമ്മ വിരോധിയാക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഇന്നലെ പ്രസംഗിച്ചത്. ഗുരുവിന്റേത് മതാതീത ദർശനമാണെന്ന് മന്ത്രി MB രാജേഷും രമേശ് ചെന്നിത്തലയും മറുപടി നൽകിയിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.